ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ റിമൂവ് ചെയ്തു എന്ന് വിചാരിച്ച് ഓൾ കേരള സ്റ്റെറോഡോളി അസോസിയേഷൻ തുള്ളിച്ചാടി. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ഭരത് പത്മശ്രീ മിസ്റ്റർ കേരള ബെർണാഡ് സോളമൻ, ഓൾ കേരള സ്റ്റെറോഡോളി അസോസിയേഷൻ്റെ ലീഡറായിട്ടുള്ള ബെർണാഡ് സോളമൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു വീഡിയോ. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സപ്ലിമെന്റ് ഒക്കെ അടിക്കുന്നവന്റെ മൊത്തം ഞരമ്പായിരിക്കും ഇങ്ങനെ പിടിക്കാം. എന്റെ കണ്ട ഒരു ഞരം പോലും ഇല്ല. അതൊക്കെയാണ് നാച്ചുറൽ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഞരം വന്ന് വിളച്ചിരിക്കും. ഉറപ്പിക്കാമോ? കണ്ടില്ലേ, ബെർണാഡ് സോളമൻ മാത്രമല്ല, എൻ്റെ ഹെയ്റ്റേഴ്സായിട്ട് നടക്കുന്ന എല്ലാവർക്കും ആകപ്പാടെ ഉള്ള രണ്ട് വീഡിയോ. ഒന്ന് 5 നേരം വാണം വിടുന്നത്, രണ്ടാമത്തെ കാര്യം ഞരമ്പിൻ്റെ കാര്യം. മണം വിടുന്ന കാര്യം ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞത് ചില ദിവസങ്ങളിൽ 5 നേരം വരെ ചെയ്യുമെന്നാണ്. അതുടനെ വളച്ചൊടിച്ച് എല്ലാ ദിവസവും ടൈം ടേബിൾ വെച്ച് 5 നേരം ഞാൻ ചെയ്യുമെന്നാക്കി. രണ്ടാമത്തെ കാര്യം ഈ സ്റ്റെറോയിഡ് അല്ല, ഈ ഞരമ്പിൻ്റെ കാര്യം. അതും ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ച്, ഞരമ്പില്ലാത്തതാണ് നാച്ചുറൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെ വളച്ചൊടിച്ചു. അപ്പോൾ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പഴയ ഷട്ടൂരാൻ്റെ ക്യാരക്ടറിലോട്ട്, യഥാർത്ഥ ക്യാരക്ടറിലോട്ട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ക്യാരക്ടറിലോട്ട് നമുക്ക് കയറാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് കുറേ നാൾ കൊണ്ട് യവന്മാർ പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഞരമ്പിൻ്റെ വീഡിയോ. അതായത് ഞാൻ പറഞ്ഞത് എന്താണ്, നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്തവർക്ക് ഈ സ്റ്റെറോയിഡ് അടിച്ച് ഇരിക്കുന്നവന്മാരെ പോലെ ഞരമ്പ് വന്നു. ഇങ്ങനെ ഇപ്പം തന്നെ ഉണ്ടോ? എവിടെയാണ് ഞരമ്പ്? നാച്ചുറൽ ബോഡിയാണ്. ഞരമ്പൊന്ന് കാണിച്ചാൽ പമ്പ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വരും ഞരമ്പ്. അല്ലാതെ ഇപ്പോൾ ഉള്ളവന്മാരുടെ ഞരമ്പാണ്, ശരീരം മൊത്തം ഞരമ്പാണ്. അതായത് ഫുൾ ഞരമ്പാണ് യവന്മാർ. അപ്പോൾ ഇത് ഞാൻ തെളിയിച്ചു തരാം. അതായത് എനിക്ക് മാത്രമല്ല, ഈ നാച്ചുറലായിട്ട് ബോഡി ഉള്ളവർക്ക് മൊത്തം ഈ ഒരു ഞരമ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഫാദർ ഓഫ് ബോഡി ബിൽഡർ ആയിട്ടുള്ള യൂജിൻ സാൻഡയുടെ ബോഡി എടുക്കാം. ഈ ശരീരത്തിൽ എവിടെയാണ് വലിയൊരു ഞരമ്പുള്ളത്? ഇന്നുള്ള സ്റ്റെറോയിഡ് അടിച്ചവന്മാരെ പോലെ മൊത്തം എവിടെയാണ് ഞരമ്പ് പിടച്ചിരിക്കുന്നത്? ഇല്ല, ഞരമ്പില്ല. കണ്ട കയ്യൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അടുത്ത നമുക്ക് ലെജൻഡായിട്ടുള്ള സ്റ്റീവ് റീവ്സിനെ എടുക്കാം. ഫസ്റ്റ് കാണിച്ച ബ്രോൺസേറ. അപ്പോൾ ബ്രോൺസേറ ബോഡി ബിൽഡിംഗ് ലെജൻസിന് ഞരമ്പില്ല. അടുത്തത് സ്റ്റീവ് റീവ്സ്. സൂം ചെയ്ത് കാണിക്കുക. സ്റ്റീവ് റീവ്സിൻ്റെ കൈ മൊത്തം ഞരമ്പാണ്. ഫോർ ആംസിലൊക്കെ എവിടെയാണ് ഞരമ്പ്? എൻ്റെ കൈയും സ്റ്റീവ് റീവ്സിൻ്റെ കൈയും ഫോട്ടോ കോപ്പി എടുത്ത പോലെയാണ് ഇരിക്കുന്നത്. എന്താ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ട്? എവിടെയാണ് ഞരമ്പ്? അടുത്ത സ്റ്റീവ് റീവ്സിൻ്റെ കാണിച്ച്, സ്റ്റീവ് റീവ്സിൻ്റെ വേറൊരു ഫോട്ടോ. എവിടെയാണ് ഞരമ്പ്? ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ ബോഡി ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിരിക്കുന്നതാണ് സ്റ്റീവ് റീവ്സിൻ്റെ. നോക്ക്, ഞരമ്പുണ്ടോ? ഒരു ഞരമ്പും ഇല്ല. എവിടെ ഞരമ്പ്? എവിടെ? അല്ല, യവന്മാർ മൊത്തം അങ്ങ് പൊങ്കാല ഇടുന്നു. ഞരമ്പിൻ്റെ കാര്യം മണ്ടത്തരമാണ് പറഞ്ഞത്. എവിടെ ഇവർക്കൊക്കെ എവിടെയാണ് ഞരമ്പ്? അടുത്തത് ബോഡി ബിൽഡിംഗ് ലെജൻഡ്, ഒരു ബ്രോൺസേറ ലെജൻഡ്. എവിടെയാണ് ഞരമ്പ്? നല്ല ഉരുണ്ട് ബോൾ പോലെ ഇരിക്കണുണ്ടോ ബൈസെപ്സ്? എവിടെയാണ് ഞരമ്പ്? ഞരമ്പ് കാണിച്ചേ എവിടെ കയ്യിൽ? ഇപ്പോൾ സ്റ്റെറോയിഡ് അടിക്കണമാർ മൊത്തം ഞരമ്പല്ലേ? എന്താ എവിടെ പോയി ബ്രോൺസേറ ആളുകൾക്ക്? സ്റ്റീവ് റീവ്സിൻ്റെ ഞരമ്പ് എവിടെ പോയി? അടുത്ത ലെജൻസിൻ്റെ വീഡിയോയും കൂടെ കാണിച്ചു തരാം. 1941 ബോഡി ബിൽഡേഴ്സ്. എവിടെ ഞരമ്പ്? കാണിച്ചാ ഞരമ്പൊന്ന് കാണിച്ചതാ. നോക്ക്, എവിടെ ഞരമ്പ്? എവിടെ? ശരീരം മൊത്തം എവിടെ ഞരമ്പ്? കയ്യിലും ഇല്ല, തോളിലും ഇല്ല, കാലിലും ഇല്ല, ഒരിടത്തും ഞരമ്പില്ല. എവിടെ പോയി ഞരമ്പ്? പറയടോ, എവിടെ പോയി? ഞാൻ പറഞ്ഞ ഇപ്പം എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടിയ? ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് എന്തുകൊണ്ട് ബ്രോൺസേറ ബോഡി ബിൽഡേഴ്സിന് ഞരമ്പില്ല, അല്ലെങ്കിൽ സ്റ്റീവ് റീവ്സിനെ പോലുള്ള സത്യസന്ധമായിട്ടുള്ള സിൽവർ എറ ബോഡി ബിൽഡേഴ്സിന് ഞരമ്പില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളവന്മാർ വഴി നടക്കുന്നവനൊക്കെ ഞരമ്പ് രോഗം പിടിച്ച പോലെ ഇരിക്കും. അതെന്തുകൊണ്ടാണ്? അതായത് ഒരിക്കലും നാച്ചുറലായിട്ട് നിങ്ങൾക്ക് നല്ല മസിൽ മാസ് നിലനിർത്തണമെങ്കിൽ ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കൂടി നിൽക്കണം. നിങ്ങൾ കൊഴുപ്പിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ എന്തു പറ്റും? നിങ്ങളുടെ നാച്ചുറൽ മസിൽ ലോസ് ആവും. അതായത് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു ലോ ഇതാണ്. അതായത് അപ്പോൾ ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ കുറേ യുവാക്കൾ മസിലുണ്ടാക്കി, അവർക്ക് നല്ല കുറച്ച് ബൾക്കായിട്ടിരിക്കണം, ഒരു ക്ലീൻ ബൾക്കായിട്ടിരിക്കണം.
കാരണം അതായത് നമുക്ക് നമ്മുടെ ഞരമ്പ് എപ്പോഴാണ് കാണുന്നത് ശരീരത്തിൽ. ഇപ്പം എൻ്റെ ഞരമ്പെന്ന് കാണാത്ത എന്താണ്, നല്ല കൊഴുപ്പുണ്ട് കണ്ടോ, നല്ല കട്ടിയുണ്ട്. അതായത് ഈ കൊഴുപ്പ് ഈ കട്ടി പോയിട്ട് തൊലി മാത്രമായിട്ട് മാറും. അപ്പോൾ ഞാൻ നോക്കിയാൽ നല്ല ഞരമ്പ് കാണും. പക്ഷെ ഞാൻ അതുപോലെ എൻ്റെ ശരീരത്തിലുള്ള ഫാറ്റ് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നത്, എൻ്റെ ഈ മസിലൊക്കെ ലോസായിപ്പോവും. അപ്പോൾ എനിക്ക് ഇത്രയും വലിയ മസിൽ നിലനിർത്തണമെങ്കിൽ എനിക്ക് കുറച്ച് ഫാറ്റ് നിലനിർത്തിയേ പറ്റുള്ളൂ. പക്ഷേ യവന്മാർക്കാണെങ്കിലോ, യവന്മാർ ഒറിജിനൽ അല്ല, ബ്രോൺസ് എയറോ സിൽവർ എയറോ അല്ല, യവന്മാർ ഫേക്കാണ്. അതായത് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ അനബോളിക് എഫക്റ്റ് കൊണ്ട് ഈ മാക്സിമം ഫേക്ക് മസിൽ ഗ്രോത്ത് നടക്കും, ഫേക്ക് ടെസ്റ്റോസ്റ്റെറോൺ ആണ്. അപ്പോൾ യവന്മാർ ഫേക്ക് ആയതുകൊണ്ട് തന്നെ യവന്മാരുടെ മസിൽ ഗ്രോത്ത് പ്രൊമോഷൻ പുറത്തുനിന്ന് മെഡിസിൻ്റെ പവർ കൊണ്ട് വരുന്നതാണ്, നാച്ചുറൽ അല്ല. അതുകൊണ്ട് തന്നെ യവന്മാർ ശരീരത്തിൽ നല്ല ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ചാലും യവൻ്റെ മസിൽ ലോസ് ആവത്തില്ല, പെരുവി ചീർത്തിരിക്കും, പിടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ആ വീഡിയോ പറഞ്ഞത്, നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഞരമ്പ് വരത്തില്ല. കാരണം അവർക്ക് വലിയ മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ശരീരത്തിൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂട്ടി വെക്കണം. ഫാറ്റ് പെർസെൻറ്റേജ് കൂടിയാൽ ഞരമ്പ് കാണൂല. യവന്മാർക്ക് എപ്പോഴും ഞരമ്പെന്ന് പറയാൻ കാരണം യവന്മാർ ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് നല്ല സ്കിന്നൊക്കെ ഒട്ടും ഫാറ്റ് ഇല്ലാത്ത രീതിയിലാക്കി നല്ല ഞരമ്പൊക്കെ ഉണ്ടെങ്കിൽ യവന്മാർ വലിയ മസിലായിരിക്കും. കാരണം അവന്മാർ ഫേക്കാണ്. സ്റ്റെറോയിഡും സപ്ലിമെൻറ്റ്, ഇതിന് പല രീതിയിൽ സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഡൈനാബോൾ പോലുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കരുത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. എല്ലാം ക്ലിയർ ആയല്ലോ. സോളമൻ്റെ വിഷമം നമുക്ക് മാറ്റിക്കൊടുക്കാം. എവിടെ പ്ലേ ചെയ്തോട്ടെ ഒരു നിമിഷം. എവിടം വരെ? ഹായ്, നമസ്കാരം. അങ്ങനെ ചെക്കൻ്റെ അക്കൗണ്ടിന് ഏകദേശം തീരുമാനമുണ്ട് കേട്ടോ. നല്ല സന്തോഷം. അതായത് പണ്ടുള്ള പഴമക്കാർ പറയില്ലേ, സന്തോഷം വരുമ്പോൾ അല്പം മധുരം നുണയണമെന്ന്. ഈ സ്റ്റെറോയിഡ് ലോ, അതായത് ഗോത്രനീതി എന്ന് പറയുന്ന പോലെ സ്റ്റെറോയിഡ് നീതി, അങ്ങനെ ഒരു നീതിയുണ്ട്. ആ സ്റ്റെറോയിഡ് നീതി അനുസരിച്ച് സന്തോഷം വരുമ്പോൾ മധുരത്തിന് പകരം നുണയുന്നത് സപ്ലിമെൻ്റാണ്. അതായത് എൻ്റെ ചാനൽ ഇൻസ്റ്റഗ്രാം കളഞ്ഞു എന്ന് വിചാരിച്ച് സോളമൻ വിചാരിച്ചു ഇനി ഒന്നും പേടിക്കാനില്ല, ശല്യം ഒഴിഞ്ഞു പോയി, ഇനി സ്റ്റെറോയിഡ് കച്ചവടം കടപ്പുറത്ത് ചാകര വരും പോലെ ഇനി സ്റ്റെറോയിഡ് ചാകര കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല സന്തോഷത്തോടു കൂടി സ്റ്റെറോയിഡ് ലോ അനുസരിച്ച്, ഗോത്രനീതി പോലെ സ്റ്റെറോയിഡ് നീതി അനുസരിച്ച് സപ്ലിമെൻ്റ് നുണഞ്ഞുകൊണ്ടാണ് ആ സന്തോഷം ആഘോഷിക്കുന്നത്. ബാക്കി കേൾക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിന് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് മതിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഇൻസ്റ്റഗ്രാം സ്വയം ഡീആക്ടിവേറ്റ് ചെയ്ത് പോയതാണ്. കുറച്ച് ദിവസം ബ്രേക്ക് എടുത്ത് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലും മനസ്സിലാക്കാതെ ബെർണാഡ് സോളമൻ അത് കണ്ട ഉടനെ അതൊരു കണ്ടന്റ് ആക്കി. അതായത് ഞാൻ ഉണ്ണുന്നോ തൂറുന്നോ കിടക്കുന്നോ എന്ന് നോക്കി എന്നെ വെച്ച് റീച്ചുണ്ടാക്കി വരുമാനമുണ്ടാക്കി ജീവിക്കുന്ന ഒരു സാധു പറഞ്ഞ കേട്ടില്ലേ, എന്നെ വെച്ചുള്ള കണ്ടന്റ് വെച്ചാണ് വീട്ടിൽ പാലും പത്രവും വരുത്തുന്നതെന്ന്. എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിന് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായല്ലോ. ബെർണാഡ് സോളമനെ പോലെ ഓൾ കേരള സ്റ്റെറോയിഡോളി സംസ്ഥാന പ്രസിഡന്റും ശ്രീ പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് മിസ്റ്റർ കേരളയായിട്ടുള്ള ബെർണാഡ് സോളമനെ പോലെ ഒരു ഉന്നതനായ, സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിക്ക് ഡെയിലി ചായ കുടിക്കാൻ ഞാനൊരു കാരണക്കാരനായല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് കോൾ മയിര് കൊള്ളുന്നു. അതാണ് പറയാനുള്ളത്. ഐ ആം പ്രൗഡ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടായല്ലോ. നാളെ മരിച്ചാലും ഈ ഒരു നന്മയുള്ള കാര്യം ചെയ്തല്ലോ. സമാധാനം. ബാക്കി കേൾക്കാം. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, ഒലക്കട മൂട്, അങ്ങനെ പാവനായി ശവമായിട്ടുണ്ട്. സന്തോഷം കണ്ടില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബെർണാഡ് സോളമൻ എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ വെച്ചാണ്. ഒന്ന്, കഞ്ഞി കുടിക്കാൻ വേണ്ടി മറ്റേ അരിയണ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവുണ്ടല്ലോ മലപ്പുറത്ത് നിന്ന്. ആ യുവാവ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് എന്തിനാ? അരിക്ക് വേണ്ടി, അരി തിന്നാൻ വേണ്ടി. അതുപോലെ സോളമൻ പാലും പത്രവും വരുത്താൻ വേണ്ടിയാണ് എൻ്റെ വീഡിയോ ഇട്ട്, അതുപോലെ എൻ്റെ വീഡിയോ ഇട്ട് ചെയ്യുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്.
യഥാർത്ഥ സത്യം അതല്ല. ബെർണാഡ് സോളമൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. സോളമൻ ഈ രംഗത്തോട്ട് കടന്നു വന്നപ്പോൾ സപ്ലിമെൻ്റ് കുപ്പികളും സ്റ്റെറോയിഡ് കുപ്പികളുമായി ടെലി സ്ക്രീനിൽ മിനി സ്ക്രീനിൽ സോളമൻ വന്നപ്പോൾ സോളമൻ വിചാരിച്ചു സുഖമായി സ്റ്റെറോയിഡ് വിറ്റ് ഫേക്ക് മസിൽ പ്രൊമോട്ട് ചെയ്ത് എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കാമെന്നാണ് സോളമൻ വിചാരിച്ചത്. സോളമൻ അറിയത്തില്ല നാച്ചുറൽ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സൈലന്റ് ഗാർഡിയൻ, ഈ സൊസൈറ്റിയുടെ ഒരു രക്ഷകൻ, ഒരു സംരക്ഷകൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. സോളമൻ വിചാരിച്ചു ചുറ്റുമുള്ള എല്ലാവരും സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നു, എല്ലാവരും ഉപയോഗിക്കുന്നു, അപ്പോൾ ഇനി ഒരുത്തനും ഇല്ല ചോദിക്കാനും പറയാനും. ആ ഒരു സന്തോഷത്തോടു കൂടി സ്റ്റെറോയിഡ് വിറ്റ് സമ്പന്നനായി നല്ലൊരു കുടുംബജീവിതം നയിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പോഴാണ് നാച്ചുറൽ സ്ക്വാഡ് എന്ന് പറയുന്ന ഈ ഞാനുള്ളത്. അപ്പോൾ സോളമൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റി സ്റ്റെറോയിഡ് കച്ചവടത്തിനെ കുറിച്ച്. ഒരു സൈഡിൽ നിന്ന് സ്റ്റെറോയിഡ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മറു സൈഡിൽ നിന്ന് നാച്ചുറൽ ഞാൻ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ആ സ്റ്റെറോയിഡിൻ്റെ സെയിൽ വൻതോതിൽ ഇടിഞ്ഞു. ഒരു കാര്യം സ്റ്റെറോയിഡ് വിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, സോളമൻ മാത്രമല്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ദേഷ്യവും ഇല്ല. നിങ്ങൾ സ്റ്റെറോയിഡ് വിറ്റ് പണം സമ്പാദിച്ച് നല്ലൊരു കുടുംബ ജീവിതവും ഒരു ആഡംബര ജീവിതവും ആഗ്രഹിച്ചു. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെറോയിഡ് നീതി അനുസരിച്ച് ലോകത്ത് 2 നീതിയുണ്ട്. ഒന്ന് സ്റ്റെറോയിഡ് നീതി, 2 ഗോത്രനീതി. സ്റ്റെറോയിഡ് നീതി അനുസരിച്ച് സ്റ്റെറോയിഡ് വിൽക്കുന്ന ആളുകൾ സ്റ്റെറോയിഡ് വിറ്റ് നല്ല പണം ഉണ്ടാക്കി അവരുടെ കുടുംബം രക്ഷപ്പെടണം. നാട്ടുകാർ സ്റ്റെറോയിഡ് ഉപയോഗിച്ച് സൈഡ് എഫക്റ്റ് വരട്ടെ, ഒരു കുഴപ്പവുമില്ല. അതാണ് സ്റ്റെറോയിഡ് നീതി. സ്റ്റെറോയിഡ് നീതി പേര് പോലെ തന്നെ സ്റ്റെറോയിഡ് വിൽക്കുന്നവൻ്റെ നീതിയാണ്, അത് ഉപയോഗിച്ച് മുടിയുന്ന ആളുകളുടെ നീതിയല്ല. പക്ഷെ ഗോത്രനീതി എന്ന് പറയുന്നത് ഒരു ഗോത്രത്തലവൻ്റെ നീതിയാണ്. ഒരു ഗോത്രത്തലവൻ അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് ചിന്തിക്കത്തില്ല, അവൻ്റെ സ്വാർത്ഥലാഭങ്ങളെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട, അത് നാച്ചുറലായിട്ട് വരും. അപ്പോൾ ഒരു ഗോത്രനീതി അനുസരിച്ച് ഒരു ഗോത്രത്തലവനായ ഒരാൾ സ്വന്തമായിട്ട് എനിക്കെന്തെങ്കിലും കിട്ടുമോ, എനിക്ക് എൻ്റെ കുടുംബം രക്ഷപ്പെടണമെന്നല്ല, ഈ സമൂഹത്തെ നന്നാക്കണം, ആളുകളെ രക്ഷിക്കണം, ആളുകൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കണം എന്നാണ് ചിന്തിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വമല്ല. സോളമനോടോ സ്റ്റെറോയിഡ് വിൽക്കുന്ന മറ്റ് യുവാക്കളോടോ എനിക്കൊരു ശത്രുതയില്ല. എനിക്കറിയാം നിങ്ങൾ ഈ എന്നെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത് സ്റ്റെറോയിഡ് കച്ചവടത്തിന് ഞാനൊരു ത്രട്ടാണെന്നറിയാം. നിങ്ങളുടെ സ്റ്റെറോയിഡ് നീതി അനുസരിച്ച് നിങ്ങൾക്ക് പണം ഉണ്ടാക്കി നിങ്ങളുടെ കുടുംബത്തിന് നല്ല സമ്പത്തോടുകൂടി ജീവിക്കണം. പക്ഷേ നാട്ടുകാർക്ക് മൊത്തം സ്റ്റെറോയിഡ് വിൽക്കും. നാട്ടുകാരുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല. പക്ഷേ ഒരു ഗോത്രനീതി പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ത്വര, എനിക്ക് ഈ നാട്ടുകാർ മൊത്തം സ്റ്റെറോയിഡ് ഉപയോഗിച്ച് നശിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല, ഓട്ടോമാറ്റിക്കലി വാ കൊണ്ട് പറഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ സോളമനും സ്റ്റെറോയിഡ് വിൽക്കുന്ന സ്റ്റെറോയിഡ് നീതി ഫോളോ ചെയ്യുന്ന യുവാക്കളും എന്നോട് വൈരാഗ്യമോ ദേഷ്യമോ വെച്ച് പുലർത്തരുതേ. നിങ്ങൾക്ക് പണം നഷ്ടമാണെന്നറിയാം, പക്ഷേ എനിക്ക് സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. വേറെ കുറേ എണ്ണം എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഇതിന് ചെയ്തു. വേറെ കുറേ എണ്ണം എൻ്റെ പണ്ടത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറേ എണ്ണം പറയുന്നു ഞാനൊരു വെറും മരപ്പാഴെന്ന്, ഞാൻ എന്ത് നേടിയെന്ന്. കാരണം ഈ പറയുന്നവൻ്റെയൊക്കെ തന്തയുടെ സ്വഭാവം എന്താ? സ്വന്തം കാര്യം നോക്കുക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ പമ്മിയിരുന്ന് ഗ്രൂപ്പിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുക. സ്വന്തമായിട്ട് എനിക്കെന്ത് നേടാം, എനിക്ക് എന്ത് നേടാന്ന് ചിന്തിക്കുക. അതാണ് ഈ ഗ്രൂപ്പിലിരുന്നിട്ട് എൻ്റെ കൂടെ പണ്ട് ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ ഒരു മരപ്പാഴാണെന്നും ഞാൻ പണം ഉണ്ടാക്കിയില്ലെന്നും ഞാൻ വേറൊന്നും ഉണ്ടാക്കിയില്ല, ജീവിതകാലം മൊത്തം സൊസൈറ്റിക്ക് വേണ്ടി ജീവിച്ചു, ഞാനൊരു മരപ്പാഴാണെന്ന് പറയുന്നു. കാരണം അങ്ങനെ പറയുന്നവൻ്റെ തന്തയുടെ പാരമ്പര്യമാണ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നവന്മാർ പറയുന്നത്. ഇത് തിരിച്ചറിയണം. കാരണം അവൻ്റെ തൻ്റെ സ്വന്തം കാര്യം നോക്കും. എന്നാൽ എൻ്റെ തന്ത അങ്ങനെയല്ല. സ്വന്തം കാര്യം നോക്കിയാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഉള്ളിൽ നിന്നൊരു ത്വര വരും, മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സംസാരിക്കണം. ഇതാണ് സത്യം. സ്റ്റെറോയിഡ് വിൽക്കുന്ന ആളുകളെ, എനിക്കൊരു പരാതിയുമില്ല, നിങ്ങളത് ചെയ്തോ. ഞാൻ പറഞ്ഞല്ലോ, കാരണം എൻ്റെ രീതിയിൽ ഞാനൊരാളല്ലേടോ ഉള്ളൂ, നിങ്ങളല്ലേ സൊസൈറ്റി മൊത്തം. ഈ ഒരാളായിട്ടൊരു എളിയനായിട്ടുള്ള ഒരു എളിയ ആള് ഒരു മൂലക്കിരുന്ന് പറയുന്നു. ഇതിനൊക്കെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതുകൊണ്ട് തന്നെ എന്നെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനുള്ള കാരണം എല്ലാവരും മനസ്സിലാക്കണം. അവരുടെ സ്റ്റെറോയിഡ് കച്ചവടം അവർ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പം കച്ചവടം നടക്കാത്തതിൻ്റെ ഉള്ള ദേഷ്യം എൻ്റെ ഓരോ റീലെടുത്ത് ഇങ്ങനെ പറഞ്ഞ് എന്നെ ടാർഗറ്റ് ചെയ്ത് തീർക്കുന്നതാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമല്ല, നാട്ടുകാരെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വളർന്നു വരുന്ന പുതിയ തലമുറയെക്കുറിച്ചൊക്കെ കെയർ ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഗ്രൂപ്പിൽ ഒളിച്ചിരുന്ന് ഞാനൊരു മരപ്പാഴാണ്, സ്വന്തമായിട്ടൊന്നും നേടിയില്ല, നാട്ടുകാർക്ക് വേണ്ടി സത്യം തുറന്നു പറയാൻ നട്ടലില്ലാത്ത തന്തയ്ക്ക് പിറന്ന കുറേ ഉമ്മാർ എൻ്റെ ഗ്രൂപ്പിൽ പണ്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു ഞാനൊരു മരപ്പാടെന്ന്. ഒരു സ്റ്റാറ്റസ് ഇടാൻ പോലുമുള്ള പറഞ്ഞാണ്ടി മാങ്ങയ്ക്ക് ഉറപ്പില്ലാത്തവന്മാർ പറഞ്ഞതുപോലെ അല്ല. അത് തിരിച്ചറിയണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് സോളമൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അറിയാം. സോളമൻ്റെ സന്തോഷം നശിച്ചു എന്നറിയാം. അത് എൻ്റെ ചാനൽ തിരിച്ചു വന്നപ്പോൾ അതായത് ലഡു പൊട്ടി, മനസ്സിലൊരു ലഡു പൊട്ടി. സ്റ്റെറോയിഡ് നീതി അനുസരിച്ച് സപ്ലിമെൻ്റ് നുണഞ്ഞ് ആഘോഷിച്ചപ്പോൾ എൻ്റെ ചാനൽ പെട്ടെന്ന് തിരിച്ചു വന്നു. സോളമൻ്റെ നെഞ്ചിലും ബാക്കിയുള്ളവരുടെ നെഞ്ചിലും ഇടുത്തി വീണ പോലെയായിരുന്നു അത്. അതൊരു അത്ര വലിയ ഒരു പ്രകമ്പനമായിരുന്നു അത്. ബാക്കി കേൾക്കട്ടെ. എന്തോ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ചിരി കണ്ടില്ലേ, ആ സന്തോഷം കണ്ടില്ലേ? എനിക്ക് സ്റ്റെറോയിഡ് വിൽക്കാൻ തടസ്സം നിന്നവൻ പോയി കിട്ടി, ഇനി ധൈര്യമായി വിൽക്കാം എന്ന സന്തോഷമാണ്. സ്റ്റെറോയിഡ് നീതി അനുസരിച്ചുള്ള സന്തോഷമാണ് ആ ചിരി. അത് നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. അപ്പൊ എൻ്റെ ചാനൽ തിരിച്ചു വന്നപ്പോ ഒരു സ്റ്റെറോയിഡ് വിൽക്കുന്ന ജനതയ്ക്ക്, ആ ഒരു യുവാക്കൾക്കും സോളമനും ഒക്കെ അത് വലിയൊരു ഉപദ്രവമാണ്. നിങ്ങൾ തിരിച്ചറിയണം. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല. ഞാൻ സെൽഫിഷ് ഇല്ലാത്ത ഒരാളാണ്. കാരണം എൻ്റെ തന്തയെ പോലെയല്ല എനിക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അത് ഉള്ളിൽ നിന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെൽഫിഷ് ഇല്ലാത്ത സ്വഭാവമാണ്. ഒരിക്കലും നാടും നാട്ടുകാരും നശിച്ചാലും എനിക്കെങ്ങനെ കുറേ പണം ഉണ്ടാക്കി ജീവിക്കാമെന്ന് വരത്തില്ല. അത് നിനക്കൊക്കെ വരും. കാരണം നിൻ്റെയൊക്കെ അച്ഛന്മാരുടെ സ്വഭാവം അതായിരിക്കും, എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അതല്ല. അതുകൊണ്ടാണ് നിങ്ങളോടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമല്ല, നാടിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കെയർ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.